ആളുകളുടെ ഒരു ഒരു എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാരായിരിക്കും ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ മേഖലയിലേക്ക് വരാൻ മടിക്കുന്നതെന്നോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായി നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷൻ കൊടുക്കുന്ന ആനുകൂല്യങ്ങളുണ്ടോ അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എന്നുള്ള ചോദ്യത്തിന് ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം നല്ല ചോദ്യം. എന്തായിരിക്കും? ഇന്ന് രാവിലെയും കൂടെ ഞാൻ ആക്ച്വലി ടൈ വിമൻ സമ്മിറ്റിൽ പോയിട്ട് വരികയാണ്. അത് അപ്പം ഞാൻ ശരി. ഈ ചോദ്യം അവിടെ ചോദിച്ചു. ഞാൻ ആക്ച്വലി അവരോട് ചോദിച്ചു, അവിടെ ഇരുന്ന ആ. ആസ്പയറിംഗ് വിമൻ ഓൺടർപ്രണേഴ്സ് ആയിരുന്നു ഇന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം. ഉം. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങളാണ്. ഒന്ന്, ഹൗ മെനി ഓഫ് യു തിങ്ക് ദാറ്റ് ബോയ്സ് ആർ പ്രിവിലേജ്ഡ്? ആൺകുട്ടികൾക്ക് ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നു എന്ന് കരുതുന്ന എത്ര ആൾക്കാർ ഈ സദസ്സിലുണ്ട്? ഉം. അവിടെ ഇരിക്കുന്ന 90% പെൺകുട്ടികളും കൈപൊക്കി. അതായത് ആൺകുട്ടികൾ ഒരു പ്രിവിലേജ് ക്ലാസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് അവർക്ക് കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്ന 90% ആൾക്കാർ ഇന്ന് രാവിലെ കൂടി ഞാൻ പങ്കെടുത്ത ഒരു മീറ്റിങ്ങിലുണ്ടായിരുന്നു. വിച്ച് സർപ്രൈസ് മീ, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. ഐ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഈക്വലിംഗ് ഔട്ട്. രണ്ട്, നിങ്ങളുടെ മനസ്സിൽ വരുന്ന കേരളത്തിൽ ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ജനറേഷനിൽ ഇതല്ല. അതായത് എൻ്റെ ഭർത്താവോ അല്ലെങ്കിൽ എൻ്റെ അച്ഛനോ ഒരു ബിസിനസ്സുകാരനായിരുന്നു, അത് ഞാൻ അക്വയർ ചെയ്തു, അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന ബ്രാൻഡല്ല. ഫ്രം സ്ക്രാച്ച് ഒരു ഫസ്റ്റ് ജനറേഷൻ വിമൻ ഓൺടർപ്രണർ ഹു ഹാസ് ക്രിയേറ്റഡ് എ ബ്രാൻഡ് ഔട്ട് ഓഫ് കേരള. ഒരു പേര് നിങ്ങൾ പറയാൻ പറഞ്ഞു. വീണയ്ക്ക് പറയാൻ പറ്റൂ? വി സ്റ്റാർ എന്ന് ഞാൻ പറയും. വി സ്റ്റാർ ആക്ച്വലി ഞാൻ ഇപ്പോഴും പറയും വി ഗാർഡിന്റെ ഒരു സപ്പോർട്ട് കൂടി ഉള്ളത് കൊണ്ടാണ് ഷീല മാഡത്തിന് അത് തുടങ്ങാൻ പറ്റിയതെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് വീണയെ പോലെ ഒരാൾ ഹു ഹാസ് ഗോട്ട് നോ background in entrepreneurship. Correct. In terms of your husband, is your husband an entrepreneur? Yeah. He's an entrepreneur. Oh, he's an entrepreneur. Yeah, okay. yeah. Then if he's a very successful entrepreneur, you still have a chance, right? To get in because you're seeing that success. Yeah, true. പക്ഷെ അങ്ങനെ അല്ലാതെ ഞാൻ സ്കൂളിൽ പഠിച്ചു, ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് പേരൻസിന്റെ മകളാണ്. അവിടുന്ന് ഞാൻ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു കഥ നമുക്കുണ്ടോ പറയാം? വളരെ അപൂർവമായിരിക്കും. കേരളത്തിലുണ്ടോ അങ്ങനെ ഒരെണ്ണം? കേട്ടിട്ടേ ഇല്ല. ശരിയാ, അങ്ങനെ ആലോചിക്കുമ്പോ ശരിയാ. എനിക്കൊരു പേരില്ല, എനിക്ക് പറയാനൊരു പേരില്ല. പക്ഷെ അവിടെ ഇരുന്നൊരു പെൺകുട്ടി അഹീന എന്നോ മറ്റോ പറഞ്ഞിട്ടൊരു ബൊട്ടീക്കിന്റെ കാര്യം പറഞ്ഞു, ആലപ്പുഴ ബേസ് ചെയ്തിട്ടുള്ള ഇഹ എന്ന് തോന്നുന്നു, ഇഹ ഡിസൈൻസ് എന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ച് സാധനം. പക്ഷെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ബ്രാൻഡ് വാല്യൂ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഐ എം ടോക്കിംഗ് അബൌട്ട് എ ബ്രാൻഡ് വാല്യൂ ദാറ്റ് എ വി ഗാർഡ് ഹാസ് ക്രിയേറ്റഡ് ഓർ എ സിന്തൈറ്റ് ഹാസ് ക്രിയേറ്റഡ്. അതുപോലത്തെ ഒരു ബ്രാൻഡ് വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വിമൻ ഓൺടർപ്രണർ കേരളത്തിലുണ്ടോ? ഇല്ല.